പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണം ചിത്രീകരിക്കുന്നതിനിടയിലാണ് നമ്മൾ പട്ടിക്കരയിൽ വെച്ച് എൻ ശിവരാജൻ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ മുതിർന്ന നേതാവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് ഇവിടെ ഒരു അതിഥിയെ കാണുന്നത്. എൻ ശിവരാജൻ്റെ വീട്ടിൽ ഒരു LDF സ്ഥാനാർത്ഥി ഇരുന്ന് ചായ കുടിക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയതാണ്. ശിവരാജേട്ടാ, എന്താണ് ഒരു LDF സ്ഥാനാർത്ഥി വീട്ടിൽ? അത് എൻ്റെ മകളുടെ ഭർത്താവാണ്. മകളുടെ ഭർത്താവാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥി? അത് എപ്പോഴും അങ്ങനെ തന്നെ. കഴിഞ്ഞ കൊല്ലം അപ്പുറത്തെ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി മരുമാനുണ്ടായിരുന്നു. ഓ, ഇപ്രാവശ്യമുണ്ട്. എന്ത് ചെയ്യാനാ ബി.ജെ.പിയിലേക്ക് വന്നിട്ടില്ല. LDF തന്നെ. അത് അവരെ രാഷ്ട്രീയം. നിങ്ങൾ വീട്ടിൽ രണ്ടാളില്ലേ, അത് അവൻ്റെ രാഷ്ട്രീയം. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ശിവരാജേട്ടൻ്റെ മരുമാനായിട്ടുള്ള അജയൻ അല്ലേ? ഹായ് സാർ, അതെ, അജയനാണ്. ഞാൻ LDFൻ്റെ 35-ാം വാർഡ് വെണ്ണക്കര സെൻട്രൽ എന്ന് പറയുന്ന വാർഡിൽ NCP ശരത് പവാറിൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് മുൻ ചെയർമാൻ രാമസ്വാമിയേട്ടൻ അദ്ദേഹമാണ് ജില്ലാ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആ വാർഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. പ്രചരണങ്ങളൊക്കെ തുടങ്ങി. ഇന്ന് നാമനിർദ്ദേശം കൊടുക്കുകയാണ്. ഇപ്പോൾ രാവിലെ എണീച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഭാര്യയുടെ അച്ഛൻ എന്ന സ്ഥാനത്തിൻ്റെ ബഹുമാനത്തിന് സാറോടൊന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. വർഷങ്ങളായി പരസ്പരം രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കുടുംബപരമായിട്ട് ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അജയൻ മത്സരിക്കുന്നത് CPM-ന്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ടാണ്, അല്ല LDF സ്വതന്ത്ര സ്ഥാനമായിട്ടാണ് ഞാൻ മത്സരിച്ചത്. ഞാൻ ഇതുവരെ പാർട്ടിയുടെ ഒരു സ്ഥാനം വഹിച്ചിട്ടൊന്നുമില്ല. അന്ന് ഇന്നും ഇടതുപക്ഷം, കമ്മ്യൂണിസം എന്നൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ പ്രദേശം എല്ലാവരും അങ്ങനെ തന്നെ സാധാരണ ജനങ്ങളിൽ ഒരുവനായി മാത്രം ജീവിക്കുക. അതിന് കൗൺസിലർ ആകണമെന്നൊന്നുമില്ല, അല്ലെങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ ഒരു കൗൺസിലർ എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കണം. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഒരു കൗൺസിലറും കൂടെ ആകുകയാണെങ്കിൽ എനിക്ക് ഒന്നും കൂടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ കുറച്ചും കൂടെ സ്പീഡായിട്ട് സാധിക്കും. പാലക്കാട് വലിയൊരു അനുഭവ സമ്പത്തുള്ളൊരു നേതാവാണ് ഭാര്യയുടെ പിതാവ് എന്ന് പറയുന്നത്. എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം നൽകാറുണ്ടോ മുമ്പും ഇപ്പോഴും? ഇല്ല, അവരുടെ ഒരു ഇതും ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ലൈൻ ശൈലി മാത്രമേ അത്രയേ ഉള്ളൂ. അല്ലാതെ അവരുടെ അവരുടെ അതിലൊന്നും അവർ പോകുന്ന തെറ്റെന്ന് ഞാൻ പറയാറുമില്ല. ഞാൻ ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ വഴി മാത്രമേ ഇനി ഉള്ളിടത്തോളം കാലം അങ്ങനെ തന്നെയാണ്. ശിവരാജേട്ടൻ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല, എന്തായാലും മരുമാൻ മാത്രമേ ഉള്ളൂ. വിജയിക്കട്ടെ എന്നുള്ള ആശംസ നേർന്നോ? ഞങ്ങൾ സിറ്റിംഗ് സീറ്റാണ് BJP വെണ്ണക്കര. ആ സിറ്റിംഗ് സ്ഥാനാർത്ഥി വെണ്ണക്കര ബാബുവാണ്. അദ്ദേഹത്തിന് നേർന്നു കഴിയും. പിന്നെ രണ്ടാളെ നേർക്ക് അത് ശരിയല്ലല്ലോ. ഈ വിശ്വാസികൾക്ക് ശരിയാവില്ല. നിങ്ങൾക്ക് ശരിയാകും, റിപ്പോർട്ടർ ചാനൽ ശരിയാകും, വിശ്വാസികൾക്ക് ശരിയാവില്ല. BJP-യിൽ തന്നെ വിശ്വസിച്ച് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ മരുമാനെതിരെ പ്രവർത്തിക്കും. പ്രചരണത്തിന് ഇറങ്ങുമോ ബാബുവിന് വേണ്ടി? മരുമകനെതിരെയല്ല, BJPക്ക് അനുകൂലമായി ബാബുവിന് വേണ്ടി അവിടെ വീട് കയറാൻ പോകും. കഴിഞ്ഞ തവണ ഇത്തവണയൊക്കെ LDF തന്നെയാണ്. അതന്നെ, കഴിഞ്ഞ തവണ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇനിയും പോവും, അവിടെയും പോവും, അവിടെ ഉത്സവത്തൊക്കെ പോവും. രാഷ്ട്രീയ രംഗത്ത് തിരഞ്ഞെടുപ്പ് ഗോതായിലൊന്നും മരുമകൻ, അമ്മാമൻ, അച്ഛൻ, മകളൊന്നും ഇല്ലല്ലോ. പാർട്ടിയാണ്, ആശയങ്ങൾക്കാണ് വില. അയാളുടെ ആശയം, എനിക്ക് എൻ്റെ ആശയം. മകളുടെ വിവാഹ സമയത്തെല്ലാം അജയൻ ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ. ഇത് കഴിഞ്ഞിട്ട് 25 കൊല്ലമായി. മകൻ എഞ്ചിനീയറിംഗ് B.Tech, പേരക്കുട്ടി B.Tech പഠിക്കുന്നു, 4th ഇയർ. എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ കഴിഞ്ഞു. 30-30 കൊല്ലമായി കല്യാണം കഴിച്ചത്. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പായി അങ്ങേ കണ്ട ഒരു അനുഗ്രഹം അത് സ്വാഭാവികമാണല്ലോ. അതിപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ. അതൊക്കെ അനുഗ്രഹം ഉണ്ടാവും. എനിക്ക് സ്നേഹമുണ്ടാവും. ശിവരാജേട്ടൻ അദ്ദേഹത്തിൻ്റെ ആ ആദർശത്തിൽ, ആ ആശയത്തിൽ തന്നെ, പാർട്ടിയുടെ ആശയത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണ് അജയന് പിന്തുണയും ആശംസയും അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ, പാലക്കാട്.